ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും കർത്താവ് ഈശോ മിശിഹായുടെ സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ നമ്മൾക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. ഈ വചനഭാഗം വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. യേശു ഒരു കിണറ്റിൻ കരയിൽ വെച്ച് ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നതും അവളോട് ദൈവത്തെക്കുറിച്ച് പറയുന്നതും സുവിശേഷം പറയുന്നതും പിന്നീട് അവളെ മാനസാന്തരപ്പെടുത്തി ഒരു സുവിശേഷകയാക്കി തീർക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ഈശോ സമരിയക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുകയാണ്. അവിടുന്ന് സിക്കാർ എന്ന പട്ടണത്തിൽ എത്തിയിരുന്ന സമയത്ത് അവിടെ ദാഹിച്ച് ഒരു കിണറ്റിൻ്റെ കരയിലിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. ആ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്നതും ജീവജലത്തെക്കുറിച്ച് പറയുന്നതും യഥാർത്ഥമായ ആരാധനയെക്കുറിച്ച് പറയുന്നതും അങ്ങനെ യേശു ദൈവപുത്രനാണ്, വെറും ഒരു മനുഷ്യനല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് അവളെ എത്തിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രസംഗം അല്ലെങ്കിൽ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ച് ആകുലപ്പെടുന്ന ആളുകളുണ്ട്. പലർക്കും യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്നുണ്ട്, പക്ഷേ എങ്ങനെ പറയണം എന്നറിഞ്ഞുകൂടാ. പലരും ചിന്തിക്കുന്നത് ഒരു മൈക്കും കുറേ ആളുകളും ഉണ്ടെങ്കിൽ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ യൂട്യൂബിലൂടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട്. എന്നാൽ യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു പ്രത്യേകത അത് വ്യക്തിപരമായ ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ഓരോ വ്യക്തികളെയും കണ്ട് അവരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ചെന്ന് അവരെ സന്ദർശിച്ച് അവരോട് സുവിശേഷം പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഈശോ കിണറ്റിൻ കരയിലേക്ക് കടന്നു വരുന്ന ഈ സമരിയക്കാരി, അവൾ പാപിയാണെന്ന് കർത്താവിനറിയാം. അവളൊരു പക്ഷേ യഹൂദരോട് വെറുപ്പുള്ള വ്യക്തിയാണെന്നറിയാം. എന്നിട്ടുമൊക്കെ യേശു അവളെ കണ്ടുമുട്ടുകയും അവളോട് സംസാരിക്കുകയും അവളുടെ ജീവിതത്തിൻ്റെ ഈ നിഗൂഢതകളെ വെളിപ്പെടുത്തുകയും അങ്ങനെ യേശു ദൈവപുത്രനാണെന്ന് അവൾ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ഒരിക്കൽ പങ്കുവെച്ച് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ധ്യാനമൊക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. അപ്പോൾ ബസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് വേറെ ഒരു അക്രൈസ്തവരായിട്ടൊരു വ്യക്തി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ അക്രൈസ്തവനായ വ്യക്തിയോട് യേശുവിനെ കുറിച്ച് പറയണം. അതിനൊരു അവസരം കിട്ടാൻ വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ പോകുന്ന അവസരത്തിൽ, ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഒരു വീട്ടിലൊരു നക്ഷത്രം കാണുകയാണ്. ഉടനെ തന്നെ ഈ വ്യക്തി ആ അടുത്തിരിക്കുന്ന സഹോദരോട് ചോദിക്കുകയാണ്, സഹോദര, ഈ നക്ഷത്രത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് അറിയാമോ? അപ്പോൾ ഈ ആൾ നക്ഷത്രം എല്ലാ സ്ഥലത്തും ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഞാത്തുനിന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇദ്ദേഹത്തിനൊന്നും അറിയില്ല. അപ്പോൾ ഈ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയും നക്ഷത്രം എന്താണ് എന്നതിനെക്കുറിച്ച് പറയുകയും അങ്ങനെ ആ വ്യക്തിയോട് സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ പഞ്ചാബിലേക്ക് ഈ സുവിശേഷം അറിയിക്കുവാനായിട്ട്, പഞ്ചാബിലെ വില്ലേജുകളിലേക്ക് സുവിശേഷം അറിയിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 2015 അത് സംഭവിക്കുന്നത്. ഞാനും എൻ്റെ കൂടെ 2 ബ്രദേഴ്സും ഉണ്ട്. അപ്പോൾ ഫരീദാബാദ് രൂപതയുടെ കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ ഞങ്ങൾക്കൊരു വില്ലേജിൽ, ആ വില്ലേജിൻ്റെ പേര് മുതുക്കി എന്നുള്ള ഒരു വില്ലേജാണ്, ഫിറോസ്പൂരിനടുത്തുള്ള ഒരു മുതുക്കി എന്ന് പറഞ്ഞൊരു വില്ലേജിൽ ഞങ്ങൾക്കൊരു വീടും വാടകയ്ക്ക് തന്ന് ഞങ്ങളവിടെ മിഷൻ പ്രവർത്തനത്തിനാക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം 10 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് ചിലവഴിക്കും. അങ്ങനെ രാവിലെ 6 മണി മുതൽ 4 മണി വരെ ദിവ്യകാരുണ്യ ആരാധനയാണ്. അങ്ങനെ 4 മണിക്ക് ശേഷം ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങും, ആളുകളെ കാണും. ഞങ്ങൾക്ക് ഭാഷയൊന്നും അറിയില്ല. ഞങ്ങൾക്കറിയാവുന്ന ആകപ്പാടെ കുറച്ച് മലയാളം, കുറച്ച് ഇംഗ്ലീഷും പിന്നെ കുറച്ച് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ഹിന്ദി മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞങ്ങൾ ചെല്ലുന്നത് അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അപരിചിതരാണ്, വിദേശികളാണ്, പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊരു സംശയമുണ്ട് നമ്മളെക്കുറിച്ച്. കാരണം അവരെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതിന് അറിഞ്ഞുകൂടാ.
അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ ചെയ്തൊരു കാര്യം, ഈ ഗ്രൗണ്ടിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഈ കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ കളിച്ചിട്ട് പന്ത് അടിച്ച് തെറിക്കുമ്പോൾ ഞങ്ങൾ ആ പന്ത് എടുത്തു കൊണ്ടുവന്ന് കൊടുക്കും അവർക്ക്. അങ്ങനെ ഞങ്ങൾ അവരുമായിട്ട് സൗഹൃദത്തിലായി. ഞങ്ങൾ അവരോട് കൂടെ കളിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി, ആ കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആരംഭിച്ചു. അങ്ങനെ ഞാൻ ഓർക്കുകയാണ്, 32 കുട്ടികളാണ് ഞങ്ങൾക്ക് അന്ന് അവിടെ ഇംഗ്ലീഷ് ക്ലാസ്സിന് വന്നിരുന്നത്. ആ 32 വീടുകളും ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ അവരെ ക്രൈസ്തവ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസത്തിൽ അവിടെ ഒരു പുതിയ പള്ളി കടന്നു വരികയും ഒരു പുതിയ പള്ളി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയും 200ഓളം പേര് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അന്ന് ഉപയോഗിച്ച ഒരു മാർഗം എന്ന് പറഞ്ഞാൽ കളിക്കളത്തിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള കുട്ടികളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കുട്ടികളിലൂടെ ആ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതുപോലെ യേശു സമരിയാക്കാരി സ്ത്രീയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അതാണ് സുവിശേഷം. ഓരോ വ്യക്തികളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. അല്ലാതെ മൈക്ക് വെച്ച് കെട്ടി വലിയൊരു പ്രസംഗം നടത്തിയിട്ടല്ല സുവിശേഷ സന്ദേശം ആളുകളിലേക്ക് കൈമാറുന്നത്. വ്യക്തിപരമായ സംസാരത്തിലൂടെയാണ്. യേശു ഈ സമരിയാക്കാരിയെ കണ്ടുമുട്ടുകയും സുവിശേഷത്തിൻ്റെ സന്ദേശം അവൾക്ക് നൽകുകയും എന്താണ് യഥാർത്ഥ ആരാധന, അത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ് എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. സാധാരണഗതിയിലുള്ള ഒരുപാട് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഒരുപാട് ആചാരങ്ങൾ അങ്ങനെയല്ല, ആത്മാവിലും സത്യത്തിലുമുള്ള യഥാർത്ഥമായ ആരാധനയിലേക്ക് ആ മകളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അവളുടെ ജീവിതത്തിലെ ഒരു വലിയ തടസ്സം എന്ന് പറയുന്നത് അവരുടെ തിന്മ നിറഞ്ഞ ജീവിത പശ്ചാത്തലമായിരുന്നു. പക്ഷേ ആ പശ്ചാത്തലം യേശു നേരിട്ട് മനസ്സിലാക്കുകയും യേശു അവളെ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവൾ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായി. അങ്ങനെ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒല്ലൂരുള്ള ഒരു ആൻഡോ ചേട്ടനെ ഓർക്കുകയാണ്. ആൻഡോ ചേട്ടൻ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നത്, അച്ഛാ എനിക്കൊരു 10 ബൈബിൾ തരൂ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ 10 ബൈബിൾ, ഒരു ബൈബിൾ പോരെ? അപ്പോൾ ഈ ആൻഡോ ചേട്ടൻ പറഞ്ഞു, അല്ല അച്ഛാ, ഞാൻ ബൈബിൾ ഓരോരുത്തരേക്കൊന്ന് വാങ്ങിച്ച് ഞാൻ പാവപ്പെട്ടവർക്ക്, യേശുവിനെ കുറിച്ച് അറിയാത്തവർക്ക് അത് കൊണ്ടുകൊടുത്ത് സുവിശേഷ സന്ദേശം പറയുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് കൗതുകമായി, എങ്ങനെയാണ് അദ്ദേഹം സുവിശേഷം പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ ബൈബിളൊക്കെ ഒരു 10 ബൈബിളൊക്കെ ആയിട്ട് ഈ വിജാതീയരുടെ അല്ലെങ്കിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, ആദിവാസികൾ, കോളനിയിൽ അങ്ങനെയൊക്കെയുള്ള പാവപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അവരോട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, നിങ്ങളുടെ പ്രതിസന്ധികളെ അതിനെല്ലാം തരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയട്ടെ എന്ന് പറയും. അപ്പോൾ അവർ കൗതുകത്തോടു കൂടെ പറയൂ എന്ന് പറയും. അപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയും, യേശു ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് പറയും, യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം എന്താണെന്ന് പറയും. എന്നിട്ട് അവരോട് പറയും, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരും, ദൈവത്തിൻ്റെ കൃപ കടന്നു വരും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. അങ്ങനെ ആ ദിവസം, ആ സമയത്ത് തന്നെ അദ്ദേഹം അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ അവരെ സഹായിക്കും. എന്നിട്ട് അവർക്കൊരു ബൈബിൾ സമ്മാനമായി കൊടുക്കും. അങ്ങനെ 3000 പേർക്ക് അദ്ദേഹം വചനം എത്തിച്ചു എന്ന് എൻ്റെ അടുത്ത് വന്നുമ്പോൾ പറയുകയാണ്. പിന്നീടും അദ്ദേഹം ഒരുപാട് നാൾ ഈ ശുശ്രൂഷ തുടർന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ യേശു ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ് എല്ലാവർക്കും തന്നെയുള്ള ഒരു കടമയാണ് യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മൾ മൂടി വെച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്, ആ യേശു ക്രിസ്തുവിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ആ ഒരു സുവിശേഷത്തിന് വലിയൊരു സാക്ഷ്യമായിട്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ആ സമരിയാക്കാരി സ്ത്രീ, അവൾ പിന്നെ വീണ്ടും വീട്ടിലേക്കല്ല തിരിച്ചു പോകുന്നത്. കുടം യേശുവിൻ്റെ അടുത്ത് വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് ആളുകളോട് പറഞ്ഞു, ഇതാ ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾ വന്ന് കാണുവിൻ. അങ്ങനെ ഈ ജനങ്ങളെ കൂട്ടത്തോടെ അവിടെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വലിയൊരു സുവിശേഷ പ്രഘോഷണം നടന്നു. അങ്ങനെ യേശു അവരുടെ കൂടെ ഒരു ദിവസം ചെലവഴിച്ചു. അങ്ങനെ അവരെല്ലാവരും യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുവാനിടയായി. എന്നിട്ട് അവർ പറയുകയാണ്, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് എൻ്റെ വാക്കുമൂലമല്ല, ഞങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിച്ചു, തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ,
ഈ ഒരു സുവിശേഷ പ്രഘോഷണത്തിലേക്ക് നമ്മളെ ദൈവം ഈ ഞായറാഴ്ച ആഹ്വാനം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ, യേശുക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ, കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ, യഥാർത്ഥമായ പ്രാർത്ഥനയെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച്, യേശു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന വലിയ സന്തോഷത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഈ വിളി നമുക്ക് സ്വീകരിക്കാം, നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. യേശുക്രിസ്തുവിനെ കൊടുക്കുന്നവരായിട്ട് നമുക്ക് മാറാം. യേശുക്രിസ്തുവിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. മാമോദീസായിലൂടെ ഞങ്ങൾ സ്വീകരിച്ച ആ സുവിശേഷത്തിൻ്റെ ആ വലിയ ദൗത്യം, മറ്റുള്ളവർക്ക് സുവിശേഷം കൊടുക്കുക എന്നുള്ള ദൗത്യം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ, അനുദിന ജീവിത സാഹചര്യങ്ങൾ ഞങ്ങളെ കണ്ടുമുട്ടുന്നവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഒരു സുവിശേഷ പ്രവർത്തകനായി, പ്രവർത്തകയായി തീരട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.